ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതിയിരിക്കുകയാണ്. മോഹൻലാലിനെ നായകനാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം 3 റിലീസ് ചെയ്ത് വെറും 9 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലോകവ്യാപകമായി 209 കോടിയിലധികം ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കി റെക്കോർഡുകൾ തകർക്കുകയാണ്. ഇന്ത്യയിൽ മാത്രം 100 കോടിയിലധികം ഗ്രോസ് കളക്ഷൻ നേടിയ ചിത്രത്തിന് വിദേശ വിപണിയിൽ നിന്ന് ലഭിച്ചത് ഏകദേശം 109 കോടി രൂപയാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ വിദേശ മാർക്കറ്റിൽ ഇത്രയും വലിയ സ്വീകാര്യത ലഭിച്ച ചിത്രങ്ങളുടെ പട്ടികയിൽ ദൃശ്യം 3 ഇപ്പോൾ മുൻനിര സ്ഥാനത്താണ്. ആദ്യ ദിവസം തന്നെ ഇന്ത്യയിൽ ഏകദേശം 15.85 കോടി നെറ്റ് കളക്ഷൻ നേടിയ ചിത്രം രണ്ടാം ദിവസം 11 കോടിയിലേറെയും മൂന്നാം ദിവസം 13.7 കോടിയും നാലാം ദിവസം 13.85 കോടിയും നേടി ശക്തമായ തുടക്കം കുറിച്ചു. ആദ്യ ആഴ്ച അവസാനിക്കുമ്പോൾ ഇന്ത്യയിൽ മാത്രം ഏകദേശം 82 കോടി നെറ്റ് കളക്ഷൻ സ്വന്തമാക്കിയിരുന്നു. തുടർന്ന് രണ്ടാം ആഴ്ചയിലെ പ്രവൃത്തി ദിവസങ്ങളിൽ സ്വാഭാവികമായ ഇടിവ് ഉണ്ടായെങ്കിലും ചിത്രം ഇപ്പോഴും മികച്ച രീതിയിൽ മുന്നേറുകയാണ്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലും മികച്ച വരവേൽപ്പാണ് ലഭിച്ചത്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ, യൂറോപ്പ്, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ വിദേശ വിപണികളിൽ മോഹൻലാലിന്റെ താരമൂല്യവും ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ ജനപ്രീതിയും ചേർന്ന് വലിയ വിജയമായി മാറി. 2013 പുറത്തിറങ്ങിയ ആദ്യ ദൃശ്യം മലയാള സിനിമയുടെ മുഖം മാറ്റിയ ചിത്രമായിരുന്നു. പിന്നീട് 2021 പുറത്തിറങ്ങിയ ദൃശ്യം 2 OTT റിലീസായിട്ടും ആഗോളതലത്തിൽ വലിയ ചർച്ചയായി. ഇപ്പോൾ ദൃശ്യം 3 തിയേറ്ററുകളിൽ എത്തിയപ്പോൾ ആ പ്രതീക്ഷകൾ എല്ലാം മറികടക്കുന്ന പ്രകടനമാണ്. ആദ്യ 3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 100 കോടി ക്ലബിലെത്തിയ ചിത്രം 7ാം ദിവസം 200 കോടി ക്ലബിലും പ്രവേശിച്ചു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 200 കോടി നേടുന്ന ചിത്രങ്ങളുടെ പട്ടികയിൽ മുൻനിരയിൽ ഇടം പിടിക്കാനും ദൃശ്യത്തിന് കഴിഞ്ഞു. ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ഘടകം മോഹൻലാലിന്റെ സ്റ്റാർ പവറിനൊപ്പം ദൃശ്യം എന്ന ബ്രാൻഡിന്റെ വിശ്വാസ്യതയാണ്. വർഷങ്ങളായി പ്രേക്ഷകർ സ്നേഹിച്ച ജോർജ് കുട്ടി എന്ന കഥാപാത്രം വീണ്ടും തിരികെ എത്തിയപ്പോൾ കുടുംബ പ്രേക്ഷകരും യുവാക്കളും ഒരുപോലെ തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തി. റിലീസിന് മുമ്പ് തന്നെ അഡ്വാൻസ് ബുക്കിംഗിൽ റെക്കോർഡുകൾ സൃഷ്ടിച്ച ചിത്രം ആദ്യ വാരാന്ത്യത്തിൽ തിയേറ്ററുകൾ ഹൌസ്ഫുൾ ആക്കുകയായിരുന്നു. കേരളത്തിലെ മിക്ക മൾട്ടിപ്ലക്സുകളിലും തുടർച്ചയായി നിരവധി ഷോകൾ നിറഞ്ഞുനിന്നു. വിദേശ രാജ്യങ്ങളിലെ മലയാളി പ്രേക്ഷകരും ചിത്രം ഏറ്റെടുത്തതോടെ ഓവർസീസ് കളക്ഷൻ കുതിച്ചുയർന്നു. നിലവിൽ ലഭ്യമായ കണക്കുകൾ പ്രകാരം ചിത്രം ലോകവ്യാപക കളക്ഷനിൽ 209 കോടിക്ക് മുകളിൽ എത്തിക്കഴിഞ്ഞു. ഇതോടെ മലയാള സിനിമയിലെ എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ പട്ടികയിൽ ദൃശ്യം 3 മൂന്നാം സ്ഥാനത്തേക്ക് ഉയർന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇനി മുന്നിലുള്ള പ്രധാന ലക്ഷ്യം കൂടുതൽ ഉയർന്ന റെക്കോർഡുകളാണ്. രണ്ടാമത്തെ വാരാന്ത്യവും ശക്തമായി തുടരുകയാണെങ്കിൽ 250 കോടിയും തുടർന്ന് 300 കോടിയും ലക്ഷ്യമിടാൻ ചിത്രത്തിന് സാധിക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ. അതേസമയം പുതിയ റിലീസുകൾ തിയേറ്ററുകളിൽ എത്തിയതോടെ ദിവസവരുമാനത്തിൽ ചെറിയ കുറവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ചിത്രം ഇപ്പോഴും മികച്ച ഓക്കുപ്പൻസിയോടെ മുന്നേറുകയാണ്. മോഹൻലാലിന്റെ കരിയറിലെ മറ്റൊരു ചരിത്ര നേട്ടമായി മാറിയ ദൃശ്യം 3 മലയാള സിനിമയുടെ ആഗോള വ്യാപ്തി വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ജോർജ് കുട്ടിയുടെ കഥ അവസാനിച്ചിട്ടില്ലെന്നും 3ാം ഭാഗവും പ്രേക്ഷകർ ഹൃദയത്തിലേറ്റിയെന്നും ഈ കളക്ഷൻ കണക്കുകൾ വ്യക്തമാക്കുന്നു. ദൃശ്യം എന്ന ഫ്രാഞ്ചൈസി ഇന്ന് ഒരു സിനിമ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വിജയകരമായ ത്രില്ലർ പരമ്പരകളിലൊന്നായി മാറിയിരിക്കുകയാണ്. റിലീസായി വെറും 10 ദിവസത്തിനുള്ളിൽ 200 കോടിയിലധികം കളക്ഷൻ നേടി മുന്നേറുന്ന ഈ ചിത്രം ഇനി എത്ര വലിയ ഉയരങ്ങളിലെത്തുമെന്നതാണ് സിനിമാ ലോകം ഉറ്റുനോക്കുന്നത്. മോഹൻലാലിന്റെ താരമൂല്യം, ജീത്തു ജോസഫിന്റെ കഥപറച്ചിൽ, പ്രേക്ഷകരുടെ വിശ്വാസം, കുടുംബ പ്രേക്ഷകരുടെ പിന്തുണ, വിദേശ വിപണിയിലെ വൻ സ്വീകാര്യത എന്നിവയെല്ലാം ഒന്നിച്ചു ചേർന്നപ്പോൾ ദൃശ്യം 3 മലയാള സിനിമയ്ക്ക് മറ്റൊരു അഭിമാന അധ്യായം സമ്മാനിച്ചിരിക്കുകയാണ്.